ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ബഹുമാന്യനായ ഷഫീഖ് മൗലവി അവസാനിപ്പിച്ചിടത്ത് നിന്ന് ആരംഭിക്കുകയാണ്. അല്ലാഹു അല്ലാത്ത വലിയകളിൽ നിന്ന് യഥാർത്ഥ വലിയായിട്ടുള്ള അള്ളാഹുവിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക എന്നതാണ് പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ആ ദൗത്യം ഏറ്റെടുത്തവരാണ് മുജാഹിദ് പ്രസ്ഥാനം. പക്ഷെ ഇവിടെ അള്ളാഹു അല്ലാത്ത ഔലിയാക്കളായി പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടിരുന്നത് മനുഷ്യരിൽ നിന്നുള്ള അത്തരത്തിലുള്ള ശക്തികളായിരുന്നു. ഔലിയാക്കളും അമ്പിയാക്കളുമൊക്കെ, ബീവിമാരും ബാബമാരുമൊക്കെ. എന്നാൽ ഇന്ന് ഇത്തരത്തിലുള്ള ആളുകൾ മഖ്ബറകളും അതുപോലെ തന്നെ ജാറങ്ങളും മറ്റുള്ള ആരാധനാ കേന്ദ്രങ്ങളിലുമെല്ലാം പടച്ചവനോടൊപ്പം പടച്ചവന് പുറമെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിച്ചു തേടുമ്പോൾ മറ്റൊരു വിഭാഗം ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ അമ്പിയാക്കളോടും ഔലിയാക്കളോടും തേടുന്നില്ല, പകരം ജിന്നുകളും മലക്കുകളുമൊക്കെ നമ്മെ വൈബിയായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുമെന്ന് സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടമ്പുഴയിൽ വെച്ച് ഈ ചോദ്യം നമ്മളോട് ആവർത്തിച്ചപ്പോൾ കൃത്യമായി നമ്മൾ മറുപടി നൽകി. അവസാനത്തിൽ വിഷയത്തിൽ പെട്ടതല്ലാതിരുന്നിട്ടുകൂടി വൈബിയായി അമ്പിയാക്കളും ഔലിയാക്കളും സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഏത് രൂപത്തിൽ ഇസ്ലാമിക വിരുദ്ധമാണോ അതേ രീതിയിൽ ഇസ്ലാമിക വിരുദ്ധമാണ് വൈബിയായി ജിന്നുകളും മലക്കുകളും നമ്മെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ. അത് രോമം വെച്ച ശിർക്കാണ് എന്ന് വളരെ കൃത്യമായി നമ്മളുടെ ആളുകൾ പണ്ഡിതന്മാർ അവിടെ വ്യക്തമാക്കുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, ഇത് ചർച്ചക്ക് വന്നത് ആരാണ്? ഈ കാലഘട്ടത്തിൽ പുതുതായി ഇത് ചർച്ചക്കെടുത്തത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയ ഒരു പ്രസിദ്ധീകരണത്തിലെ പരസ്യമുണ്ട്. ആ പരസ്യം പലപ്പോഴും നിങ്ങൾ ചിലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പെട്ടിക്കോളത്തിൽ കൊടുത്തൊരു പരസ്യം എന്തായാലും നിങ്ങൾ, ചത്ത പോത്തിന്റെ മാംസം കൊണ്ട് കുറുമയോ എന്നതാ ചോദ്യം. ചത്ത പോത്തിന്റെ മാംസം കൊണ്ട് കുറുമയോ? യാ ഇബാദല്ലാഹ് അഈനുനി എന്ന ദുർബലമായ ഹദീസ് ഉദ്ധരിച്ച് അതിൽ ജിൻ ഉൾപ്പെടുമെന്നും ഉൾപ്പെടുകയില്ലെന്നും ഷിർക്കല്ലെന്നും ഷിർക്കിലേക്ക് നയിക്കുകയേ ഉള്ളൂവെന്നുമുള്ള ചർച്ചയിലാണ് നമ്മിൽ ചിലർ. ആരാണ് ഈ നമ്മിൽ ചിലർ? അത് പ്രസിദ്ധീകരണത്തിന്റെ പേര് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രസിദ്ധീകരണം വിചിന്തനമാണ്, അതിലാണ് പരസ്യം വന്നിട്ടുള്ളത്. അഥവാ അപ്പുറത്തുള്ള ചില ആളുകൾ പണ്ഡിതന്മാർ ഇന്ന് ചർച്ച ചെയ്യുന്നത് ലഈഫായിട്ടുള്ള ഒരു ഹദീസ് വിജനമായ ഒരു സ്ഥലത്തെത്തിപ്പെട്ടാൽ ജിന്നോ മലക്കോ എന്റെ ശബ്ദം കേൾക്കുമെന്ന് കരുതി അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അത് ഷിർക്കാണ് എന്നതിൽ മുസ്ലിംകൾക്കിടയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിൽ തർക്കമില്ല. പക്ഷെ ഈ ലഈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അപ്പുറത്ത് നടക്കുന്ന ചർച്ച എന്താ? അത് ഷിർക്കാകുമോ? ആവുകയില്ലേ? അതല്ല, ഷിർക്കിലേക്ക് എത്തിക്കുന്നതാണോ എന്ന. പക്ഷെ പരസ്യത്തിന്റെ പൊരുളറിയണ്ടേ? നോക്കൂ നിങ്ങൾ, അങ്ങനെ പരസ്യം കൊടുത്തപ്പോൾ വീണ്ടും അവർ വിശദീകരിക്കുക. ചത്ത പോത്തിന്റെ ഇറച്ചി കൊണ്ട് കുറുമയുണ്ടാക്കുന്നതോ നല്ലത്, ചില്ലി ഉണ്ടാക്കുന്നതോ നല്ലത് എന്ന് ചർച്ച ചെയ്ത് കുടുംബകലഹമുണ്ടാക്കുന്നത് പോലെ വിഡ്ഢിത്തമല്ലേ ഇത്? ആ മാംസം കുഴിച്ചു മൂടി ബിസ്മി ചൊല്ലി അറുത്ത ആടിന്റെ ഇറച്ചി വേവിച്ചു തിന്നുകയല്ലേ ബുദ്ധി? നിങ്ങൾ, ഈ ബുദ്ധി ഇവർക്ക് വരാൻ 2012 ഒക്ടോബർ ആവേണ്ടി വന്നിട്ടുണ്ട്. തിരിച്ചറിയണം നമ്മൾ. അഹ്സനിമാർക്ക് യാതൊരു ഹിസാനും അവരുടെ അടുക്കലില്ല. പേരിൽ അഹ്സനി ഉണ്ടെങ്കിലും എന്താണ് ഹിസാൻ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, പടച്ചവനെ നാം കാണുന്നില്ല. നമ്മൾ പടച്ചവനെ കാണുന്നില്ലെങ്കിലും പടച്ചവൻ നമ്മെ കാണുന്നു എന്ന ബോധത്തോടുകൂടി പടച്ചവനെ മാത്രം ആരാധിച്ച് ആ പടച്ചവന്റെ കൽപ്പനക്ക് വിധേയമായി ജീവിക്കലാണ് ഇഹ്സാൻ. ഈ ഇഹ്സാൻ ആരാണ് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ് മനുഷ്യരെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്, ജീവിതവും മരണവും നൽകിയിട്ടുള്ളത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അമലിനെ ഇഹ്സാനാക്കണം.
പക്ഷെ അഹ്സനിമാർക്ക് ഇത്തരത്തിലുള്ള ഒരു ഇഹ്സാനുമില്ല. പേരിലുണ്ട് എന്നല്ലാതെ പ്രവർത്തനങ്ങളിലോ വിശ്വാസത്തിലോ ഈ ഇഹ്സാൻ അവരെ തൊട്ട് തീണ്ടിയിട്ടില്ല. എന്നാൽ ആ അഹ്സനിമാരുടെ വലതോ ഇടതോ ഒക്കെ ആയി വെച്ചുകെട്ടാൻ പറ്റിയിട്ടുള്ള ഒരു ടീം ഇന്ന് ഈ പ്രസിദ്ധീകരണത്തിന്റെ ആളുകളോടൊപ്പം വന്നിട്ടുണ്ട്. അവർ അമ്പിയാക്കളെയും ഔലിയാക്കളെയും മാറ്റി നിർത്തി ജിന്നുകളെയും മലക്കുകളെയും വിളിക്കാമെന്ന ചർച്ചയിലാണ്. അതാ ചോദിച്ചത്, ഈ ചത്ത പോത്തിന്റെ മാംസം കൊണ്ടുള്ള കുറുമ 6-7 വർഷമായി ഇവർ തീറ്റിക്കാൻ തുടങ്ങിയിട്ട്. ആരാ ലേഖനം എഴുതുന്ന കാര്യം? നിങ്ങൾ EKM പന്നൂർ എഴുതുന്ന ലേഖന പരമ്പര, അതിന്റെ പരസ്യ ചത്ത പോത്തിന്റെ മാംസം കൊണ്ട് കുറുമയോ? ഈ കുറുമ ഒരുപാട് കാലമായി സമൂഹത്തെ ഇവർ തീറ്റിക്കുക. ഇത് പ്രത്യക്ഷപ്പെട്ടത് മുതൽ, ഈ കുറുമ വിപണിയിൽ പ്രത്യക്ഷപ്പെട്ടത് മുതൽ നമ്മൾ പറഞ്ഞു അത് ഹറാമാണ് കൂട്ടരെ, ഷിർക്കാണത്. ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടുക എന്നുള്ളത് വിജനപ്രദേശത്താണെങ്കിലും ജനങ്ങൾ ഉള്ളിടത്താണെങ്കിലും ശരി, അതു പക്കാ ഷിർക്കാണ്. ജിന്നുകളോട് ആ രീതിയിൽ സഹായം തേടിയുന്നത് മക്കാ മുശ്രിക്കുകളാണ്. വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസ് യഊദൂന ബിരിജാലിൻ മിനൽ ജിന്ന് ഫസാദൂഹും റഹക. സൂറത്തു ജിന്നിലെ വചനം. ഒരു സംഘം മനുഷ്യർ ഒരു സംഘം ജിന്നുകളോട് സഹായം തേടി. അത് ആ ജിന്നുകൾക്ക് അഹങ്കാരം വർദ്ധിപ്പിച്ചു. ഈ സഹായത്തേട്ടത്തെക്കുറിച്ച് മുഫസ്സിറുകൾ മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ സഹായത്തേട്ടം ഷിർക്കാണ് എന്നാണ്. അന്നു മുതൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ബഹുമാന്യനായ CP-യുടെ നേതൃത്വത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനം, ഇത് ചത്തപോത്തിന്റെ കുറുമയേക്കാൾ മോശമാണ് എന്ന്. പക്ഷെ ഉൾക്കൊണ്ടില്ല, വളരെ വൈകി. ഇപ്പൊ പുറത്തൊരു ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്താ ഫ്ലക്സിൽ ഉള്ളത് കാര്യം? നിങ്ങൾ ഇന്നൊരു കിംവദന്തിയുണ്ട്. ഇന്നലെ സക്കരിയ സ്വലാഹിയുടെ വിശദീകരണം കഴിഞ്ഞതോടുകൂടി സക്കരിയയോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ AP സുന്നിയിൽ ചേർന്നു എന്ന്. ഞങ്ങൾക്കത് അത്ഭുതമായി തോന്നുന്നില്ല. അത് സത്യമാണെങ്കിൽ തന്നെ ഞങ്ങൾക്കത് അത്ഭുതമായി തോന്നുന്നില്ല. കാരണം അവർ തമ്മിൽ ഒരു വിഭാഗം ജിന്നുകളെയും മലക്കുകളെയും വിളിക്കുന്നു, മറ്റൊരു വിഭാഗം അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിക്കുന്നു. പത്രസമ്മേളനം നടത്തി എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ നമുക്കതിന്റെ യാഥാർത്ഥ്യം അറിയില്ല, കളവാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇനി ഉണ്ടായാൽ തന്നെ സക്കരിയ സ്വലാഹി അവിടെ വിശദീകരിച്ചു കൊടുത്തത് ജിന്നിന്റെ കഴിവുകളൊക്കെ ഭൗതികമാണ്, അതുകൊണ്ട് ജിന്ന് നമ്മെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അതിലൊരു കുഴപ്പമില്ല എന്നാ. പിന്നെ അമ്പിയാക്കളും ഔലിയാക്കളും സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അതിലെന്ത് എന്ന ചോദ്യവും ചോദിച്ചിട്ട് അവർ പോയത് എന്ന. ഏതായാലും നമ്മൾക്കതിൽ അത്ഭുതമില്ല. ഇവിടെയാണ് ജിന്നോ മലക്കോ ആ വിധത്തിൽ നമ്മെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കു തന്നെയാ. സൂറത്തു അവർക്കാർക്കും നമുക്ക് നമ്മെ ഉത്തരം ചെയ്യാനോ നമ്മളുടെ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യാനോ സഹായിക്കാനോ സാധ്യമല്ല. മലക്കുകൾ എടുത്തു നോക്ക് നിങ്ങൾ. എന്താ മലക്കുകളുടെ പ്രത്യേകത? മനുഷ്യരെ പോലെയല്ല അവർ, ജിന്നുവർഗത്തെ പോലെയുമല്ല അവർ. മനുഷ്യർക്കും ജിന്നുവർഗത്തിനും സ്വാതന്ത്ര്യമുണ്ട് പ്രവർത്തിക്കാൻ, ഇസ്തിഹാറത്തുണ്ട്. പക്ഷേ ജിന്നുകളെ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ സാധ്യമല്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. അല്ലാഹു കൽപ്പിച്ചത് മാത്രം പ്രവർത്തിക്കുന്നവർ, അതിനപ്പുറം ഒന്നും ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. അവരുടെ ഇൽമിനെ കുറിച്ച് അവർ തന്നെ വിശദീകരിച്ചതെന്താ? പടച്ചവനെ നീ പരിശുദ്ധനാണ്, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ചു തന്നതല്ലാതെ, നീ പറഞ്ഞു തന്നതല്ലാതെ അതിനപ്പുറം ഒന്നും ഞങ്ങൾക്കറിയുകയില്ല. നോക്കൂ, ഇതാണ് അവരുടെ ഇൽമിനെ കുറിച്ച്, അവരുടെ കഴിവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ബദറിന്റെ രണാങ്കണത്തിൽ ദുനിയാവിൽ ഒരുക്കാവുന്നതൊക്കെ ഒരുക്കി. ഇനി ആരോട് ഇസ്തിഹാസ നടത്തും? മൺമറഞ്ഞു പോയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുണ്ട്. എന്റെ ഈ നിയോഗത്തിനു കാരണക്കാരൻ ആ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അതുകൊണ്ട് ബദറിന്റെ രണാങ്കണത്തിൽ ഞാൻ ഇബ്രാഹിം നബിയോട് ഇസ്തിഹാസ നടത്തട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിന്തിച്ചിട്ടില്ല, അനുയായികൾ ചിന്തിച്ചിട്ടില്ല. നേരെ മറിച്ച് അവർ അള്ളാഹുവിനോട് ഇസ്തിഹാസ നടത്തി. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഹാസ നടത്തിയ സന്ദർഭം. ഫസ്തജാബ ലക്കും, ആ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫിൻ, തുടരെ ഇറങ്ങുന്ന ആയിരക്കണക്കിന് മലക്കുകളെ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന്. നോക്കൂ, നിങ്ങൾ മലക്കുകൾ സഹായിച്ചു. ആരുടെ?
ആരോട് പ്രാർത്ഥിച്ചപ്പോഴാണ്? ആരോട് തേടിയപ്പോഴാണ്? പടച്ചവനോട് തേടിയപ്പോൾ പടച്ചവൻ മലക്കുകളിലൂടെ എന്ത് ചെയ്തു? ആ സംവിധാനം ഉപയോഗപ്പെടുത്തി സഹായിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പടച്ചവനോട് തേടുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. എന്നാലോ ദുർവ്യാഖ്യാനം നടത്തപ്പെടുന്നുണ്ട് രണ്ടു വിഭാഗവും, അഹ്സനിമാരും അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള ഈ ചത്തപോത്തിന്റെ മാംസം കൊണ്ട് കുറുമ വിൽക്കുന്ന ആളുകളും. ദുർവ്യാഖ്യാനം നടത്തുന്നത് ഹാജറ ബീവി മലക്കിനോട് സഹായം തേടിയില്ലേ എന്ന. ഹാജറ ബീവി ഒരിക്കലും മലക്കിനോട് സഹായം തേടിയിട്ടില്ല. അത് പറയുന്നതിന്റെ മുമ്പ് ഹാജറ ബീവി പറഞ്ഞ കാര്യം ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. തസമ്മഅത, നീ ശബ്ദം കേൾപ്പിക്കുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, തന്റെ പൊന്നോമന പുത്രന് ഒരിറ്റ് വെള്ളം കുടിക്കാൻ സഫയിലേക്കും മർവയിലേക്കും അങ്ങനെ ഓടുകയാണ്. അപ്പോഴൊരു ശബ്ദം കേൾക്കുന്നു, ഒരു അശരീരി കേൾക്കുന്നു. ഹാജറ ബീവി ശ്രദ്ധിച്ചു, വീണ്ടും ശബ്ദം കേട്ടു. അവിടെ ഹാജറ ബീവി പറഞ്ഞത് തസമ്മഅത, നീ ശബ്ദം കേൾപ്പിച്ചു, അതുകൊണ്ട് അഴീസ്, നീ സഹായിക്കണം. ഇൻകാന ഇൻദക ഖവാസുൻ, നിന്റെ അടുക്കൽ സഹായമുണ്ടെങ്കിൽ. ആരോടാ പറഞ്ഞത്? മലക്കാണ് എന്ന് നിലച്ചിട്ടില്ല. ഇവർ പ്രഖ്യാപിക്കുന്നത് പോലെ ജിന്നാണ് എന്ന് കരുതിയിട്ടില്ല. ശബ്ദം കേൾപ്പിച്ച ആ ശക്തിയോട് നീ ശബ്ദം കേൾപ്പിച്ചു, വല്ല സഹായവും ഉണ്ടെങ്കിൽ സഹായിച്ചേക്ക്. അപ്പോഴതാ ജിബ്രീൽ അത് ചിറകിട്ടടിക്കുന്നു, അല്ലെങ്കിൽ കാലുകൊണ്ടിങ്ങനെ ചിക്കുന്നു. അവിടെയാണ് സംസം രൂപാന്തരപ്പെട്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാമയോ ഹാജറ ബീവിയോ ഇസ്മായിൽ അലൈഹിസ്സലാമയോ ഒരിക്കലും വിജനപ്രദേശത്തെത്തിയാൽ ജിന്നെ കാക്കണേ, മലക്കെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിക്കോ, സഹായം തേടിക്കോ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, ആ ചോര പൈതലിനെയും ഭാര്യയെയും അവിടെ ആരോരുമില്ലാത്ത യഥാർത്ഥത്തിൽ വിജനമായിട്ടുള്ള ആ മരുഭൂമിയിൽ ആ പാറക്കെട്ടുകളിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ആരോടാണ് പ്രാർത്ഥിച്ചത്? പടച്ചവനെ, ഞാനിതാ താമസക്കാരില്ലാത്ത ഈ താഴ്വരയിൽ എന്റെ മകനെ, എന്റെ ഭാര്യയെ ഉപേക്ഷിച്ചു പോകുന്നു, നീയാണ് റബ്ബേ ഇവർക്ക് തുണയായി നിൽക്കേണ്ടത് എന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ പ്രാർത്ഥിച്ചത്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാം ഇറങ്ങിപ്പോകുമ്പോൾ ഹാജറ ബീവിയുടെ ചോദ്യമുണ്ട്, പടച്ചവന്റെ കൽപ്പന പ്രകാരമാണോ നിങ്ങൾ പോകുന്നത്? ആവർത്തിച്ചുള്ള ചോദ്യത്തിന് അതേ എന്ന മറുപടി കൊടുത്തപ്പോൾ ഹാജറ ബീവി കൊടുത്ത മറുപടിയുണ്ട്, ഇദൽ ലാ യുളയ്യിഉന, എങ്കിൽ ആ പടച്ചവൻ ഞങ്ങളെ കൈവടിയുകയില്ല. ജിന്ന് ഞങ്ങളെ കൈവടിയുകയില്ല, മലക്ക് ഞങ്ങളെ കൈവടിയുകയില്ല എന്നല്ല പറഞ്ഞത്, ആ പടച്ചവൻ ഞങ്ങളെ കൈവടിയുകയില്ല. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഇതാണ് വസ്തുത. പടച്ചവന് പുറമെ ഏതു ശക്തിയെ വിളിച്ചു തേടിയാലും അവരുടെ ദുആ രണ്ടു കൈകളും വെള്ളം ലഭ്യമാവുന്നതിന് വെള്ളത്തിന്റെ മുമ്പിലേക്ക് നിവർത്തിപ്പിടിച്ചവരെ പോലെ നിരർത്ഥകമായിരിക്കുമെന്ന് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ റഅദിലെ 14-ാമത്തെ വചനം, ലഹു ദഅവത്തുൽ ഹഖ്, പ്രാർത്ഥനക്കർഹൻ പടച്ചവൻ മാത്രം. വൈബിയായ എല്ലാ സഹായത്തേട്ടങ്ങൾക്കും അർഹൻ പടച്ച തമ്പുരാൻ മാത്രം. എന്നാൽ ആ പടച്ചവന് പുറമെ നിങ്ങൾ ആരോടൊക്കെ സഹായം തേടിയാലും, വൈബിയായി ആരിൽ നിന്നൊക്കെ സഹായം പ്രതീക്ഷിച്ചാലും, ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഒരു കാര്യത്തിലും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല. ഇല്ലാ കബാസിതി കഫൈലൽ മാ, വെള്ളത്തിലേക്ക് രണ്ട് കൈയും നിവർത്തിപ്പിടിച്ചവനെ പോലെയല്ലാതെ. എന്തിനാണ് കൈ നീട്ടിപ്പിടിച്ചത് വെള്ളത്തിലേക്ക്? ലിയബ്ലുവ ഫാഉ, തന്റെ വായയിലെത്താൻ വേണ്ടി. വമാഹുവ ബിബാലിഹി, ഒരിക്കലും ആ വെള്ളത്തിലേക്ക് തന്റെ കൈ നീട്ടിപ്പിടിച്ചത് കൊണ്ട് ആ വെള്ളം അവന്റെ വായയിലെത്തുകയില്ല. ഇതുപോലെ നിരർത്ഥകമാണ് പടച്ചവനല്ലാത്ത ശക്തികളോട്, വ്യക്തികളോട്, ദിവ്യന്മാരോട്, സിദ്ധന്മാരോട്, ജിന്നുകളോട്, മലക്കുകളോട് വൈബിയായ സഹായം തേടുന്നവരുടെ അവസ്ഥ. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, സത്യത്തെ നിഷേധിക്കുന്നവരുടെ ആ ദുആ അങ്ങേറ്റത്തെ വഴികേടിലാണ്, അത് നിരർത്ഥകമാണ്. ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഷബാബിനെ വലിച്ചിഴക്കാൻ അഹ്സനിമാര് വെറുതെ ശ്രമം നടത്തിയിട്ടുണ്ട്. ചെറിയ മുണ്ടത്തിന് അങ്ങനെ വാദമുണ്ട് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അപ്പുറത്തുള്ള ടീം, അഹ്സനിമാരുടെ കൂട്ടുകാർ ശ്രമിക്കുന്നത് പോലെ തന്നെ ഇവരും ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഇവർ ഒന്നാണ്
അവർ ചിലപ്പോൾ മുന്നണിയിൽ രണ്ടാണ് എന്ന് തോന്നിയേക്കാം. പക്ഷെ പിന്നണിയിൽ അഹ്സനിമാരും നേരത്തെ കുറുമയുടെ വക്താക്കളും പിന്നണിയിൽ അവർ ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ചെറിയ മുണ്ടം 80കളിൽ ഷബാബിൽ എഴുതിയിട്ടുള്ളത് എന്ന് ദുർവ്യാഖ്യാനത്തിന് വിധേയമായപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട് ചെറിയ മുണ്ടം. 2009 ഡിസംബർ 11 ഷബാബ്. നമ്മൾ ഈ ഷബാബ് കയ്യിൽ വെക്കണം. കാരണം ഇതുമായിട്ടാണ് ഊരു ചുറ്റുന്നത്. ഷബാബിന്റെ വരികൾ ദുർവ്യാഖ്യാനം നടത്തുന്നുണ്ട്. 2009 ഡിസംബർ 11 ഷബാബിൽ ചെറിയ മുണ്ടം ഈ കാര്യത്തെക്കുറിച്ച് എഴുതേണ്ടി വന്നു. എപ്പോഴറിയോ? തിരുത്തിയാട് എന്ന് പറയുന്ന ഈ തൊട്ടടുത്ത പ്രദേശത്ത് ആ കുറുമയുടെ വക്താവായ സുഹൈർ ചുങ്കത്തറം പോയി ഇത്തരത്തിൽ ഷബാബിനെതിരെ ദുർവ്യാഖ്യാനം നടത്തി. ഷബാബിൽ അങ്ങനെ ജിന്നിനോട് സഹായം തേടാമെന്ന് പറഞ്ഞിട്ടുണ്ട്, മലക്കിനോട് സഹായം തേടാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രസംഗിച്ചപ്പോൾ അവിടെ നിന്നൊരു ചോദ്യം വന്നു. അതിന് മറുപടിയായി ചെറിയ മുണ്ടം കൊടുത്തു. മുമ്പിൽ മനുഷ്യരെ ആരെയും കാണുന്നില്ലെങ്കിൽ ഏത് ആവശ്യത്തിനും അള്ളാഹുവോട് മാത്രം സഹായം തേടുക എന്നതാണ് ഇസ്ലാമിലെ അംഗീകൃത സമ്പ്രദായം. ഇതിനാണ് നൂറുകണക്കിൽ ആയത്തുകളുടെയും പ്രാമാണികമായ ഹദീസുകളുടെയും പിൻബലമുള്ളത്. ഒറ്റപ്പെട്ട ഒരു ഹദീസ് തെളിവായി ഉന്നയിച്ചുകൊണ്ട് ഇതിനു വിപരീതമായ ഒരു സമ്പ്രദായം സ്ഥാപിക്കാൻ പാടില്ല. ഒറ്റപ്പെട്ട ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിലെ അംഗീകൃത നിലപാടുകൾക്ക് ഇളക്കമുണ്ടാക്കാൻ മുസ്ലിയാന്മാർ ശ്രമിച്ചാലും മൗലവിമാർ ശ്രമിച്ചാലും അത് അന്യായം തന്നെയാണ്. മലക്കുകളോടോ ജിന്നുകളോടോ പ്രാർത്ഥിക്കാമെന്നോ പ്രാർത്ഥനയല്ലാത്ത സഹായം തേടാമെന്നോ അങ്ങനെ സഹായം തേടുന്നതിന് അള്ളാഹുവോ റസൂലോ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നോ മുസ്ലിം ഒരിക്കലും എഴുതിയിട്ടില്ല. വളരെ കൃത്യമായി ഷബാബ് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ തൽപര കക്ഷികൾ ഇന്നും അത് ദുർവ്യാഖ്യാനം നടത്തുകയാണ്. ആലോചിക്കണം. നമ്മൾ മൂവാറ്റുപുഴയിൽ കാടമ്പുഴയിൽ നടന്നത് വ്യവസ്ഥ എഴുതി വിഷയം നിർണയിച്ചിട്ടുള്ള ചർച്ചയായിരുന്നു. എന്നാൽ ചക്കരപ്പറമ്പിലും മട്ടാഞ്ചേരിയിലും നടന്നത് സംവാദ വ്യവസ്ഥ എഴുതാനുള്ള ചർച്ചയായിരുന്നു. സംവാദത്തിന്റെ വിഷയം നിർണയിക്കാനുള്ള ചർച്ചയായിരുന്നു. അവിടെയാണ് അഹ്സനിമാർ അനസും കായക്കൊടിയുമുള്ള ടീമിനോട് ചോദിച്ചത്, ബദരീങ്ങളെ കാക്കണേ, മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള സഹായത്തേട്ടം ഷിർക്കാണ് എന്ന നിങ്ങളുടെ വാദം. ശരി, നിങ്ങളുടെ വാദം അത് ഷിർക്കല്ല എന്ന് ഞങ്ങളുടെയും വാദം. പക്ഷേ കൂട്ടത്തിൽ ഒന്നുകൂടി എഴുതാൻ പറ്റുമോ നിങ്ങൾക്ക്? ബദരീങ്ങളെ കാക്കണേ, മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നതുപോലെ തന്നെ ജിന്നെ കാക്കണേ, മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള സഹായത്തേട്ടം ഷിർക്കാണ് എന്നും കൂടി എഴുതിക്കൂടെ വിഷയത്തിൽ എന്നാ. വിഷയം നിർണയിക്കുന്ന ചർച്ചയാണ് നടന്നത്. അപ്പോഴാണ് അതിൽ നിന്ന് അവർ തടിയൂരിയത്. ജിന്നെ കാക്കണേ, മലക്കെ സഹായിക്കണേ എന്നിങ്ങനെയുള്ള സഹായത്തേട്ടം ഷിർക്കാണ് എന്നെഴുതാൻ അനസിനോ കായക്കൊടിക്കോ സാധിച്ചില്ല. അതാണ് അവരുടെ ആദർശ പാപ്പരത്വം തുറന്നു കാണിക്കാൻ നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. എന്നാൽ കോടമ്പുഴയിൽ അവസ്ഥ എന്താ? വിഷയം നിർണയിച്ചിട്ടാ വാദപ്രതിവാദമാണ് നടക്കുന്നത്. വിഷയം എന്താ? നേരത്തെ പറഞ്ഞു, മൺമറഞ്ഞു പോയ ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ എന്ന പേരിൽ നടത്തുന്ന പ്രാർത്ഥന ഷിർക്കും ഇസ്ലാമിക വിരുദ്ധവുമാണ്. നമ്മൾ വിഷയം എഴുതി, നമ്മളുടെ വാദം എഴുതി. അഹ്സനിമാരെന്താ എഴുതിയിട്ടുള്ളത്? ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മൺമറഞ്ഞു പോയ മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസ ഖുർആൻ അരുതെന്നു പറഞ്ഞ പ്രാർത്ഥനയല്ല. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമിക വിരുദ്ധമോ ഷിർക്കോ അല്ല. അവരുടെ വാദം അവർ തെളിയിക്കേണ്ടിയിരുന്നു. ഈ വാദത്തിലാണ് കോടമ്പുഴയിൽ വാദപ്രതിവാദം നടന്നത്. അവിടെ എഴുതാത്ത വാദം ജിന്നും മലക്കും പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം അതിൽ പ്രതികരിച്ചില്ല. പക്ഷെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അവസാനത്തിൽ കൃത്യമായി നമ്മളുടെ പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിച്ചു. ജിന്നുകളോടോ മലക്കുകളോടോ ഇത്തരത്തിലുള്ള സഹായതേട്ടം നടത്തുന്നത് ഷിർക്കു തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇനിയും നോക്ക്, ദുർവ്യാഖ്യാനങ്ങളുടെ ആധിക്യം വന്നപ്പോൾ ഷബാബ് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ഈ 2012 സെപ്റ്റംബർ 14 എഡിറ്റോറിയൽ, ജിന്നുകൾ നാടുവാഴുമ്പോൾ
ജിന്നുകൾ നാടുവാഴുമ്പോൾ. അതിലെ പ്രസക്ത ഭാഗം നോക്ക്. ജിന്നുകൾ ആദർശ ലോകം മടക്കി വാഴുകയാണ്. സമൂഹത്തിന് ആവശ്യമില്ലാത്ത ഈ ചർച്ചയിൽ ആദർശത്തിന്റെ അമരശബ്ദമായ ഷബാബിനെ പോലും ചിലർ ബോധപൂർവം വലിച്ചിഴക്കുകയുണ്ടായി. പകൽ വെളിച്ചത്തിൽ വിജനപ്രദേശത്ത് വെച്ച് വഴിയറിയാതെ നടന്നു നീങ്ങുന്നവൻ ജിന്നിനെയും മലക്കിനെയും വിളിച്ചു സഹായം തേടിയാൽ അത് തൗഹീദിനെതിരല്ല എന്ന ഷിർക്കൻ ആശയം സമർത്ഥിക്കാൻ വേണ്ടിയുള്ള വൃഥാശ്രമത്തിന്റെ ഭാഗമായി ഷബാബിന്റെ വരികൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയായിരുന്നു. കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി ഉപകാരം പ്രതീക്ഷിച്ചുകൊണ്ടോ ഉപദ്രവം ഭയന്നുകൊണ്ടോ അല്ലാഹു അല്ലാത്ത ആരെ വിളിച്ചു തേടിയാലും അത് ജിന്നായാലും മലക്കായാലും തൗഹീദിനു വിരുദ്ധമാണെന്ന പ്രഖ്യാപിത ആദർശത്തിൽ നിന്ന് ഷബാബോ അത് പ്രതിനിധീകരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനമോ ഒരിഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ല. ഒരിഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ല, പോകൂല. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം. പക്ഷേ ഈ ആദർശത്തനിമയെ തകർക്കാൻ യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹ്, പടച്ചവന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പടച്ചവൻ സമ്മതിക്കുകയില്ല. അതാണ് കോടമ്പുഴയിൽ സമ്മതിച്ചത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം, പടച്ചവന്റെ അപാരമായ അനുഗ്രഹം, അള്ളാഹുവിന്റെ കലാമിനെ പടച്ചവൻ തന്നെ പൂർത്തീകരിക്കും. മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ, സത്യനിഷേധികൾ എത്ര വെറുത്താലും അവരുടെ മുഖം എത്ര ചുളിഞ്ഞാലും ശരി, ആ അള്ളാഹുവിന്റെ കലാം അത് പടച്ചവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അള്ളാഹുവിന്റെ ആ പ്രകാശത്തെ അള്ളെന്ത് ചെയ്യുന്ന പറഞ്ഞത്, അത് പൂർത്തീകരിക്കും. അപ്പൊ ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും വൈബിയായി അവർ നമ്മെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ യാതൊരു സംശയമില്ല, ശിർക്ക് തന്നെയാണ്. അവിടെയാണ് സിഹിർ കടന്നു വരുന്നത്. സിഹിർ കടന്നു വരുന്നത് വിഷയാവതരണത്തിലും അതുപോലെ തന്നെ ഒരുപാട് സമയങ്ങളിൽ ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനൊക്കെ അവസരം കിട്ടിയപ്പോൾ അഹ്സനിമാർ കാര്യമായി കെട്ടിത്തിരിഞ്ഞത് അലവി മൗലവി മുശ്രിക്കാണോ, പി കെ മൂസ മൗലവി മുശ്രിക്കാണോ, അതല്ലെങ്കിൽ സലാം സുല്ലമി മുശ്രിക്കാണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാനാ. എന്നിട്ട് അവർ പറഞ്ഞതെന്താ, സിഹിർ ഫലിക്കുമെന്ന് അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, പരിഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമാനി മുശ്രിക്കാണോ? വസ്തുതകളെ വളച്ചുകെട്ടില്ലാതെ പരിശോധിക്കുന്നവർക്ക് വ്യക്തമാവും. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫലിച്ചെന്നു പറയപ്പെടുന്ന ഗൂഢോത്രം, ആ സിഹിർ ജൂതൻ ചെയ്തെന്ന് പറയപ്പെടുന്ന ആ മാരണമുണ്ടല്ലോ, ആ മാരണത്തിന് ഫലമുണ്ട്, അത് ഫലിക്കുമെന്ന് അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. പച്ചക്കളവ് പ്രചരിപ്പിക്കുന്നു. അഹ്സനിമാരുടെ ഇടതോ വലതോ നിൽക്കുന്നവർ പ്രചരിപ്പിക്കുന്നത് പോലെ തന്നെ, കുറുമയുടെ ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ തന്നെ. ജൂതൻ പ്രവാചകന്റെ മുടിയും ചീർപ്പും അതുപോലെ തന്നെ ഈത്തപ്പനയുടെ കുലയും കൊണ്ടുപോയി ദർവാൻ എന്ന് പറയുന്ന കിണറ്റിലിട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 മാസത്തോളം ബുദ്ധിക്ക് കുഴപ്പം പറ്റി. നോക്കൂ നിങ്ങൾ, അന്ന് ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് ഇറക്കാൻ പറ്റൂല, അന്ന് സിനിമ ഇറക്കാൻ കഴിയൂല പ്രവാചകനെ നിന്ദിക്കാൻ. അന്ന് ശത്രുക്കൾ പ്രവാചകനെ നിന്ദിക്കാൻ വേണ്ടി പറഞ്ഞ വാദമാണ് ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ. സിഹിർ ബാധിച്ച്, മാരണം ബാധിച്ച്, ബുദ്ധിക്ക് ഭ്രമം പറ്റിയിട്ടുള്ള ഒരുത്തനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത്. ഖുർആൻ ശക്തമായി മുന്നറിയിപ്പ് നൽകി, മറുപടി നൽകി. വമാ സ്വാഹിബുകും ബിമജ്നൂൻ, നിങ്ങളുടെ കൂട്ടുകാരൻ ഭ്രാന്തനല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ വളർന്ന, നിങ്ങളോടൊപ്പം ആടുകളെ മേച്ചിരുന്ന, ഒരു വേള കച്ചവടം നയിച്ചിരുന്ന, നിങ്ങൾക്കറിയാവുന്ന അബ്ദുള്ളയുടെ മകനുണ്ടല്ലോ മുഹമ്മദ്, അദ്ദേഹം ഇപ്പോൾ പ്രവാചകനാണ്. ആ പ്രവാചകൻ നിങ്ങളുടെ കൂട്ടുകാരൻ ഭ്രാന്തനല്ല. പ്രവാചകനെ ആശ്വസിപ്പിച്ചു ഖുർആൻ. വമാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, പ്രവാചകരെ പടച്ചവന്റെ അപാരമായ നിഅമത്ത് കൊണ്ട് താങ്കൾ ഭ്രാന്തനല്ലട്ടോ, താങ്കളുടെ ബുദ്ധിക്ക് കുഴപ്പം പറ്റിയിട്ടില്ല, ശത്രുക്കൾ പറയുന്നത് പോലെ. നോക്കൂ നിങ്ങൾ, ആ ശത്രുക്കൾ പ്രവാചകനെ നിന്ദിക്കാൻ അന്നെടുത്തുദ്ധരിച്ചിരുന്ന നീചമായ ആരോപണം പ്രവാചകന്റെ പേരിൽ ഇന്ന് കെട്ടിവെക്കുകയാണ് ചില സാധുക്കൾ. തിരിച്ചറിയണം, ആ രീതിയിൽ
സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ഈത്തപ്പനയുടെ കുലയും മുടിയും ചീർപ്പും കൊണ്ടുപോയി കിണറ്റിലിട്ടു, ദർവാൻ എന്ന കിണറ്റിൽ. അതോടുകൂടി പ്രവാചകൻ ഇവിടെ ബുദ്ധിക്ക് കുഴപ്പം. എന്താ ഇതിന്റെ കാര്യകാരണ ബന്ധം? ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല, കാര്യകാരണ ബന്ധമില്ല. പിന്നെ അവിടെ വൈബിയായിട്ടുള്ള ബന്ധം കടന്നു വരുന്നു. അതാരാ? അത് ശൈത്താനാണ്. ശൈത്താനെ ഉപയോഗിച്ചിട്ട് ജൂതൻ എന്ത് ചെയ്തു? പ്രവാചകനെ ഉപദ്രവിച്ചു. നോക്കൂ നിങ്ങൾ, ഖുർആൻ വെല്ലുവിളിക്കാൻ ആവശ്യപ്പെട്ടു പ്രവാചകനോട്. സൂറത്ത് അഅറാഫിലെ 195-ാമത്തെ വചനം, അതിന്റെ അവസാനം വളരെ ബുദ്ധിപരമായിട്ട് അലഹും അർജുലും യംശൂന ബിഹാ അം ലഹും ഐദിൻ യബ്തുശൂന ബിഹാ അം ലഹും അഅ്യുനും യുബ്സിറൂന ബിഹാ അം ലഹും ആലാനും യസ്മഊന ബിഹാ, ഈ ചോദ്യം ഉന്നയിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് വെല്ലുവിളിക്കാൻ അള്ളാഹ് ആവശ്യപ്പെടുകയാണ്. കുലിദൂ ശുറകാക്കും, നിങ്ങളുടെ മുഴുവൻ ശരീക്കന്മാരും നിങ്ങൾ വിളിച്ചോ. നിങ്ങൾ പടച്ചവന് പുറമെ ആരാധിക്കുന്ന അമ്പിയാക്കളെ വിളിച്ചോ, ഔലിയാക്കളെ വിളിച്ചോ, അതുപോലെ മലക്കുകളെ വിളിച്ചോ, അതുപോലെ തന്നെ ജിന്നുകളെ വിളിച്ചോ. കുലിദൂ ശുറകാക്കും സുമ്മ കീദൂനി, പിന്നെ നിങ്ങൾ എനിക്കെതിരെ കുതന്ത്രം പ്രയോഗിക്കുക. സിഹിർ ചെയ്തോ നിങ്ങൾ, മാറ്റുമാരണം ചെയ്തോ നിങ്ങൾ, ഈ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചാരാധിക്കുന്ന എല്ലാരും വിളിച്ചിട്ട് എനിക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ചോ. ഫലാ തുള്ളിറൂൻ, കാത്തിരിക്കേണ്ടതില്ല. എന്റെ ഖുർആൻ ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്താൻ അള്ളാന്റെ റസൂലിനോട് ആവശ്യപ്പെട്ടത് വൈബിയായി ഗുണമോ ദോഷമോ വരുത്തി വെക്കാൻ പടച്ചവന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആ അടിത്തറയാണത്. അത് പ്രവാചകൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായി വെല്ലുവിളിച്ചോളൂ. അതല്ല പ്രവാചകൻ സീറ് പലിക്കുന്നാണ് വിശ്വസിച്ചതിരുന്നെങ്കിലോ ഈ വെല്ലുവിളി നടത്താൻ പ്രവാചകന് കഴിയോ? സാധിക്കൂല. സിഹിർ ചെയ്താലോ എനിക്കെതിരെ, എന്റെ വെല്ലുവിളി കേട്ടിട്ട് നമ്മളും ഈ ആളുകൾ അശ്വനിമാരെയും അവരുടെ വലതും ഇടതും നിൽക്കുന്ന ആളുകളെയും വെല്ലുവിളിക്കുന്നു. നിങ്ങൾ പടച്ചവന് പുറമെ വിളിച്ചു തേടുന്ന ശക്തികളെ മുഴുവൻ വിളിച്ചു തേടൂ, അമ്പിയാക്കളെ, ഔലിയാക്കളെ, ജിന്നുകളെ, മലക്കുകളെ. എന്നിട്ടിതാ ഈ തൗഹീദിന്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന ഈ ടീമിനെതിരെ കുതന്ത്രം പ്രയോഗിക്കൂ. നിങ്ങൾ കാത്തിരിക്കേണ്ടതല്ല. നിങ്ങൾ സാധ്യല്ല. നിങ്ങൾ എന്തിനാ അങ്ങനെ മെനക്കെട്ട് ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത്? ഒരു ജിന്നിനാണ്ട് ആരാധിച്ച് കീഴ്പ്പെടുത്തിയിട്ട് ഒരു ഇഫ്രീത്തിനെ നശിപ്പിച്ചാൽ പോരെ ഈ ടീമിനെ? സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് വൈബിയായി പ്രവാചകരെ ഒരു പ്രയാസം അല്ലാഹു നിശ്ചയിച്ചാൽ ആ പ്രയാസത്തെ തടുക്കാൻ ആർക്കും സാധ്യമല്ല. പടച്ചവനൊരു ഹൈറ് താങ്കൾക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹൈറിനെ ഒഴിവാക്കാൻ, താങ്കളിൽ നിന്ന് തടുക്കാൻ, അതിനെ തട്ടിമാറ്റാനും അല്ലല്ലാത്ത ഒരു ശക്തിക്കും സാധ്യമല്ല. ഇതാണ് ഇസ്ലാമിന്റെ അടിത്തറ. ആ അടിത്തറയാണ് ഇളക്കുന്നത് ആര്? അഹ്സനിമാരും കുറുമയുടെ ആളുകളും. ഏത് അടിത്തറയെ? വൈബിയായി ഗുണമോ ദോഷമോ വരുത്തി വെക്കാൻ അള്ളാഹ്ക്കു മാത്രമേ സാധിക്കൂ എന്ന അടിത്തറയെ ഇളക്കുന്നു. സിഹിർ ഫലിക്കും എന്ന് വിശ്വസിക്കുന്നതോടുകൂടി മൂസാ നബിയുടെ മുമ്പിൽ അവതരിപ്പിച്ച സിഹിർ അല്ലത്, അത് ജാലവിദ്യയായിരുന്നു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അത് മൂസാ നബിക്ക് ഫലിച്ചിട്ടില്ല. മൂസാ നബിക്ക് തോന്നിയിട്ടേ ഉള്ളൂ. യുഹയ്യലു ഇലൈഹി അന്നഹാ തസ്ആ, അത് ഇഴയുകയാണ് എന്ന് മൂസാ നബിക്ക് തോന്നി. അതോട് മൂസാ നബിയുടെ മുഅ്ജിസത്ത്, അവരുടെ ജാലവിദ്യയാകുന്ന ആ വടികളും കയറുകളൊക്കെ വിഴുങ്ങി. അതാ ആ നിമിഷം വിശ്വസിച്ചു സാഹിറന്മാർ, ജാലവിദ്യക്കാർ. അവർ അവതരിപ്പിച്ച സിഹിറിനൊരു ഫലവുമില്ല എന്ന് അവർക്കറിയാമായിരുന്നു. വസ്തുതകൾ ഇതായിരിക്കെ ഈ ശബ്ദത്തെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെ തകർക്കാൻ മെനക്കെട്ട് നടക്കുന്ന ആളുകളുണ്ട്. ശ്രദ്ധിക്കണം. ആരൊക്കെയോ അച്ചാരം വാങ്ങിയിട്ടുണ്ട്, ആരൊക്കെയോ അച്ചാരം വാങ്ങിയിട്ടുണ്ട്. കേരള മുസ്ലിങ്ങളെ തകർത്താൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ തകർക്കാം. എന്നാൽ കേരള മുസ്ലിങ്ങളെ തകർക്കാൻ മുജാഹിദുകളെ തകർക്കണം. അവരിലേക്ക് അന്ധവിശ്വാസം, അനാചാരം കൊണ്ടുവന്നാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് അവരകറ്റിയാൽ, കേരളത്തിലെ മുജാഹിദുകളാണ് കേരള മുസ്ലിങ്ങൾക്ക് ദിശ നിർണയിച്ചത്. ആ മുജാഹിദുകളുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ദിശ നിർണയിച്ചു കൊടുത്തത് കേരള മുസ്ലിങ്ങൾ. നിങ്ങൾ പഴയകാല പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും എടുത്തു നോക്കൂ. നിങ്ങൾ അബുൽ കലാം ആസാദ് മുതൽ ഇങ്ങോട്ട് കീഴ്പോട്ട് എണ്ണിക്കൊള്ളുക.
കേരളക്കരയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ആളുകളൊക്കെ ഐക്യസംഘത്തിന്റെ 90-ാം വാർഷികം നമ്മൾ ആഘോഷിച്ചു ഇന്നലെ മിനിയാന്ന്. നോക്കൂ നിങ്ങൾ, ഇവിടൊക്കെ കേരള മുസ്ലിങ്ങൾക്ക് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ദിശാബോധം നൽകിയത് മുജാഹിദുകളാണ്. ആ മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാൻ ഗൂഢമായ നീക്കം നടക്കുന്നു. എന്തിന്? ഇന്ത്യൻ മുസ്ലിങ്ങളെ തകർക്കാൻ. ഇത് തിരിച്ചറിയണം നമ്മൾ. പരിശുദ്ധ ഖുർആനിന്റെ ഈ വെള്ളി വെളിച്ചമേന്തി പിടിച്ച് ഇത്തരത്തിലുള്ള മുഴുവൻ ദുശക്തികൾക്കെതിരെയും സമരം പ്രഖ്യാപിക്കുകയാണ് നമ്മൾ. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഐക്യസംഘത്തിന്റെ 90-ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ തൊട്ടു മുമ്പാണ് നമ്മൾ ഈ സമര പ്രഖ്യാപനത്തിന് പുതിയൊരു തുടക്കം കുറിച്ചത് കോടമ്പുഴയിൽ നിന്ന്. ഈ കോടമ്പുഴ നമ്മൾ ഫത്ഹാക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ഫത്ഹാക്കുക തന്നെ ചെയ്യും. ഈ പ്രദേശം യാതൊരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശത്തിലേക്ക്, ഈ തിരുചര്യയുടെ സന്ദേശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച് മുന്നേറുക. അതിനുള്ള എല്ലാവിധ കഴിവും ആഫിയത്തും തൗഫീഖും പടച്ചവനെ നീ ഞങ്ങൾക്ക് നൽകണമേ നാഥ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.